Okay, in the previous section, we discussed some large sample test. Okay, where central limit theorems and normal distribution plays an important role to shape the sampling distribution of the test statistic as normal or approximately normal. Okay, today we have the topic small sample test. But in small sample test, when the sample size n is less than 30, the exact sampling distribution of the test statistic can be determined. Based on the sampling distribution of the test statistic, the test can be classified as Z test, T test, F test, and chi-square test. Okay. അപ്പോൾ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 വരുന്ന നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ പറഞ്ഞു പോകുക തന്നെ വേണം. സോ ഇവിടെ നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ നമുക്ക് പറയാനുള്ളത് സെഡ് സാമ്പിൾ സെറ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, chi-square ടെസ്റ്റ്. സെഡ് ടെസ്റ്റ് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ഹാവ് ഫസ്റ്റ് വൺ ഈസ് ദ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ്. ഓക്കെ, എന്താണ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇനി എങ്ങനെ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിൽ സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, the test hypothesis is based on the student distribution is called t-test. Simply t-test നമ്മൾ വിളിക്കും. The t-test is very powerful test procedure in statistics. The t-test is used as the test significance in the following cases. Okay, അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് കേസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടു ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി മീൻ ഓഫ് സ്മോൾ സാമ്പിൾ ഫ്രം എ നോർമൽ പോപ്പുലേഷനിൽ സ്മോൾ സാമ്പിൾ സൈസിൻ്റെ മീൻ ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ടേക്കൺ ഫ്രം ദി നോർമൽ പോപ്പുലേഷൻ. രണ്ട് മീനിൻ്റെ ഡിഫറൻസ് ഇൻഡിപെൻഡൻ്റ് ആണെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീൻ ഓഫ് ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് ടേക്കൺ ഫ്രം ദി നോർമൽ പോപ്പുലേഷൻ. അപ്പോൾ ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് അത് എൻ്റെ ഡിഫറൻസ് മീനിൻ്റെ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫോർത്ത് വൺ, ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഒബ്സേർവ്ഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. ഒബ്സേർവ്ഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ടി ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിവിടെ നമ്മൾ ഫസ്റ്റ് വണ്ണായിട്ട് പറയാൻ പോകുന്നത് ടി ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ മീൻ. പോപ്പുലേഷൻ മീനിൽ നമ്മൾ എങ്ങനെ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതാണ് നോക്കേണ്ടത്. നമുക്ക് മെയിൻലി ഇവിടെ അറിയേണ്ടത് എന്താണ് ഹൈപ്പോത്തസിസ് എടുക്കേണ്ടത്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് എന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. So test the mean of a population using student distribution. We want to follow the following assumptions. That is, first one, the parent population from which the sample is drawn is normal. ഇപ്പോൾ നോർമൽ പോപ്പുലേഷൻ ആയിരിക്കണം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ ഒബ്സർവേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതുപോലെ റാൻഡംസ് ആയിരിക്കണം. സാമ്പിൾ സൈസ് ഷുഡ് ബി സ്മോൾ ആയിരിക്കണം, അത് ലെസ് ദാൻ 30 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആയിരിക്കണം. Here we are testing h naught mu equal to mu naught against one of the alternatives. നമുക്ക് h1 mu less than mu naught ആയിട്ട്, h1 mu greater than mu naught ആയിട്ട്, or h1 mu not equal to mu naught ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, h naught നമ്മുടെ null hypothesis നമ്മൾ ടെസ്റ്റ് ചെയ്യണം. So here we are using the test statistic t equal to x bar minus mu naught by s by root n minus 1 ആണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹിയർ എസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് ആണ് എസ് സ്ക്വയർ വരിക. സോ എസ് സ്ക്വയർ എന്ന 1 ബൈ n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ സാമ്പിൾ വേരിയൻസ് ആണ് എസ് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റേഞ്ച് നമ്മൾ ചൂസ് ചെയ്യുക. ഒമേഗ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ആൻഡ് ഒമേഗ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആൻഡ് ഒമേഗ ഈക്വൽ ടു മോഡ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. സോ ഇവിടെ ഒമേഗ നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ, ടി ആൽഫ അല്ലെങ്കിൽ മൈനസ് ടി ആൽഫ അല്ലെങ്കിൽ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടാബിൽ നിന്ന് കിട്ടും. പക്ഷേ ടി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ടി ആൽഫ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ടി ആൽഫ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ടി ആൽഫ ഒമേഗ ഈക്വൽ ടു ടി ലെസ് ദാൻ ടി ആൽഫ അല്ലെങ്കിൽ മൈനസ് ടി ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഇത് ടു ടൈൽഡ് ആണ് വരുന്നത്, മോഡ് സെറ്റ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടി ആൽഫ ആണ്. ഓക്കെ, സോ നൗ കാൽക്കുലേറ്റിംഗ് ദി വാല്യൂ ഓഫ് ടി നമ്മൾ എന്ത് ചെയ്യുക,
ടീൻ്റെ വാല്യൂ നമ്മുടെ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടേബിൾ വാല്യൂറ്റ് കമ്പയർ ചെയ്യുക. സപ്പോസ് നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ക്രിട്ടിക്കൽ റീജിയനാണ്, നമ്മൾ എന്തിനാണ് അത് റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് സ്കെച്ച് ഓഫ് ദി ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ആൾവേസ് ഹെൽപ്ഫുൾ ഇൻ ഡൂയിങ് ദിസ് പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ്റെ ഗ്രാഫ് വരയ്ക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എവിടെയാണ് വാല്യൂ വന്നിട്ടുള്ളത് നമുക്ക് ഡ്രോ ചെയ്തിട്ട് പറയാൻ പറ്റും, ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലാണോ അതോ പുറത്താണോ എന്ന്. അപ്പോൾ അതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ്, എ സാമ്പിൾ ഓഫ് 10 ഒബ്സർവേഷൻ ഗിവ്സ് എ മീൻ ഈക്വൽ ടു 38 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ ഒബ്സർവേഷൻ 10 സാമ്പിൾ സൈസുള്ള സാമ്പിൾ നമ്മൾ എടുത്തു, അതിൻ്റെ മീൻ 38 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണ് തന്നിട്ടുണ്ട്. ക്യാൻ വി കൺക്ലൂഡ് ദാറ്റ് ദ പോപ്പുലേഷൻ മീൻ ഈസ് 40. ആ പോപ്പുലേഷൻ മീൻ 40 ആണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അസ്യൂം ദാറ്റ് ദ പോപ്പുലേഷൻ ഈസ് നോർമൽ. പോപ്പുലേഷൻ നോർമൽ ആയിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ തന്ന സാധനങ്ങൾ എടുത്തിരുന്നു. ഗിവൺ n ഈക്വൽ 10, എക്സ് ബാർ ഈക്വൽ 38 ആൻഡ് എസ് എസ് ഈക്വൽ ടു 4, മ്യൂ നോട്ട് ഈക്വൽ ടു 40. So here we have to test h naught mu equal to 40 against h1 mu not equal to 48 ആണ് നമ്മൾ നമ്മുടെ ഹൈപ്പോസിസ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ചൂസിങ് ദ ആൽഫ ഈക്വൽ ടു 0.05 നമ്മൾ ചൂസ് ചെയ്യുക. സോ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ 2 ടൈലാണ് എടുക്കുന്നത്. ഒമേഗ ഈക്വൽ ടു മോഡ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ ആൽഫ ഈക്വൽ ടു 0.05 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 2.262. ഓക്കെ, here the test statistic is t equal to x bar minus mu naught by s by root 10 minus 1 ആണ്. x bar mu naught ഉം s ഉം n ഒക്കെ നമുക്കറിയാം. സോ നേരെ കൊണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 38 minus 40 by 4 divided by root 9 വരും. ദാറ്റ്സ് ഈക്വൽ അപ്രോക്സിമേറ്റ്ലി നമ്മളതിന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ സോൾവ് ചെയ്യുക. സോ വി ഗെറ്റ് മൈനസ് 1.5. സോ ഇവിടെ മോഡുലസ് വാല്യൂ ഓഫ് ടി ഈക്വൽ 1.5 വരും. അത് നമ്മളുടെ 2.262 ചെറുതാണ്. സോ നമ്മളുടെ എന്താണ് ടി വാല്യൂ എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലല്ല. വാട്ട് ഈ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇവിടെ എന്തായിരുന്നു, നമ്മളുടെ ഈ 2.262 ഗ്രേറ്റർ ആയിരിക്കും. അത് ഒമേഗ മോഡ് ടി ഗ്രേറ്റർ ഈക്വൽ ടി ആൽഫ ബൈ 2 ഇതിനേക്കാളും വലുതായിരിക്കണം. പക്ഷേ ഇവിടെ കിട്ടിയിട്ടുള്ളതാണ് 1.5 ആണ്, അത് ലെസ് ദാൻ ആണ്. സോ വിച്ച് ഈസ് ഇൻ ദി ആക്സെപ്റ്റൻസ് റീജിയൻ. സോ നമ്മൾ എന്ത് വെച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് the population mean is 40. population mean 40 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സാമ്പിൾ സൈസ് 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ is 6, 8, 11, 5, 9, 11, 10, 12. Can such a sample be regarded as drawn from a population with the mean 7 at 2% of level of significance? നമുക്ക് സാമ്പിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈസ് 8 തന്നിട്ടുണ്ട്, സാമ്പിൾ ഓരോ വാല്യൂസും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെ ഒരു സാമ്പിൾ തന്നാൽ അതിൻ്റെ മീനും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മളതിനെ ടേബിളിലേക്ക് മാറ്റുന്നു. എക്സ് ഐ ഈക്വൽ നമ്മൾ തന്ന ഡാറ്റ സാമ്പിൾസ് നമ്മൾ എഴുതുന്നു. അതിൻ്റെ ടോട്ടൽ സം 72 ആണ്. എക്സ് ഐ സ്കോർ എന്ന് പറഞ്ഞാൽ എക്സ് ഐകളെല്ലാം സ്ക്വയർ എടുക്കുക, അതിൻ്റെ സം ഈക്വൽ 692 ആണ്. സോ എക്സ് ബാർ നമുക്കറിയാവുന്നതാണ് സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ്. സോ 72/8 വരും. ദാറ്റ്സ് ഈക്വൽ ടു 9 വരും എക്സ് ബാർ. എസ് സ്ക്വയർ ഈക്വൽ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആണ്. എക്സ് ഐ സ്ക്വയർ ബൈ എൻ ആണ് വരിക. എസ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എന്താണ് എക്സ് ബാർ സ്ക്വയർ ആണ്. ഇവിടെ എസ് സ്ക്വയർ അല്ല, എക്സ് ബാർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 692/8 മൈനസ് എക്സ് ബാർ സ്ക്വയർ 9 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 86.5 മൈനസ് 81 ദാറ്റ്സ് ഈക്വൽ ടു 5.5. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഇസ് ഈക്വൽ ടു എത്ര വരും, √5.5 ദാറ്റ്സ് ഈക്വൽ ടു 2.345. സോ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് അറിയാവുന്നതാണ് ടി ഡിസ്ട്രിബ്യൂഷൻ. സോ ഹൈപ്പോസിസ് ആയിട്ട് എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു 7 അഗൈൻസ്റ്റ് h1 മ്യൂ നോട്ട് ഈക്വൽ ടു 7 എടുക്കുന്നു. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള 2% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 0.02 ആണ് എടുക്കേണ്ടത്. സോ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആയിട്ട് നമ്മൾ 2 ടൈൽ എടുത്തു. ഒമേഗ ഈക്വൽ ടു മോഡ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടി ആൽഫ ബൈ 2. ആൽഫ 0.02 ആകുമ്പോൾ ടി ആൽഫ ബൈ 2 നമുക്ക് ഫ്രം ദി ടേബിൾ ഫോർ ദി ലെവൽ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കിട്ടും. ആൽഫ ഈക്വൽ ടു 0.02. അപ്പോൾ 7 വരാൻ കാരണം എന്താണ്, സാമ്പിൾ സൈസ് 8 ആണ്. അപ്പോൾ 8 മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ 0.02 കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ടി ആൽഫ ബൈ 2 വാല്യൂ ഈക്വൽ 2.998 വരും. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഈക്വൽ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ √10 മൈനസ് 1 ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9 മൈനസ് 7 ബൈ 2.345 ഡിവൈഡ് ബൈ √7 ദാറ്റ്സ് ഈക്വൽ ടു 2.256. സോ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടി ആൽഫ ബൈ 2. ടി ആൽഫ ബൈ 2 ഇവിടെ 2.998 ആണ്. 998നേക്കാളും കൂടുതലാണെങ്കിൽ അത് ക്രിട്ടിക്കൽ റീജിയൻ ഉള്ളൂ. 2.256 എന്താണ്, അതിനേക്കാളും ചെറുതാണ്. സോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്താണ്, ആക്സെപ്റ്റൻസ് റീജിയനിലാണ് വരുന്നത്. സോ നമ്മൾ എന്താണ് എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സാമ്പിൾ ക്യാൻ ബി റിഗാർഡഡ് ആസ് ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ വിത്ത് മീൻ 7 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് വരുന്ന ടി ഡിസ്ട്രിബ്യൂഷൻ സാധനം വെച്ചിട്ട് തന്നെ ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ, രണ്ട് പോപ്പുലേഷൻ മീനിൻ്റെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വി ആർ ഡിസൈഡ് വെദർ ദ ടു സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം ദി പോപ്പുലേഷൻ ഹാവിങ് ദി സെയിം മീൻ ആണല്ലോ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കുറച്ച് അസംഷൻസ് എടുക്കണം. ദ ടു പോപ്പുലേഷൻ ഫ്രം ദി സാമ്പിൾസ് ആർ ഡ്രോൺ ഷുഡ് ബി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ട് പോപ്പുലേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. രണ്ടിൻ്റെയും എന്താണ് സാമ്പിൾസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, റാൻഡം ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. സാമ്പിളിൻ്റെ സൈസ് എന്തായിരിക്കും 13നേക്കാളും ചെറുതായിരിക്കും, സ്മോൾ സാമ്പിൾ എടുക്കേണ്ടത് N1 N2 ആണെങ്കിലും രണ്ടും ലെസ് ദാൻ 30 ആയിരിക്കണം. അതുപോലെ തന്നെ σ1² ആൻഡ് σ2² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കും, രണ്ടിൻ്റെ വേരിയൻസ് ഈക്വൽ ആയിരിക്കണം, പക്ഷേ രണ്ടും അൺനോൺ ആയിരിക്കണം. ഹിയർ വി ടെസ്റ്റിംഗ് H0 μ1 minus μ2 equal to 0 against one of the alternative H1 μ1 minus μ2 less than 0 or H1 μ1 minus μ2 greater than 0 or H1 μ1 minus μ2 not equal to 0. H1 ആണ് ഇവിടെ, H1 ഇത് H1 ആണ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് T equal to x1 bar minus x2 bar divided by root of n1 s1² plus n2 s2² divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. സോ ഇവിടുത്തെ s1² s2² എന്ന സാമ്പിൾ 1ൻ്റെ വേരിയൻസ് ആണ്, സാമ്പിൾ 2ൻ്റെ വേരിയൻസ് ആണ്. ദാറ്റ് ഈസ് 1 by n1 summation xi minus x bar square, s2 is equal to 1 by n2 summation x2 minus x2 bar whole square ആണ് വരും. സോ ഫോർ ആൽഫ ഈക്വൽ 0.05 ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ ചൂസ് ചെയ്യുക. ആൽഫ ഏത് കൊടുക്കുക, 0.05 0.02 ഏത് കൊടുക്കുക. ഒമേഗ ഈക്വൽ ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ, ഒമേഗ ഈക്വൽ ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ആൻഡ് ഒമേഗ ഈക്വൽ ടു മോഡ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇവിടെ ടി ആൽഫയുടെ അല്ലെങ്കിൽ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂക്ക് നമുക്ക് ഫ്രം ദി ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിന്ന് കിട്ടും ഏത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ കറസ്പോണ്ടിങ് ആയിട്ട് വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 plus n2 minus 2 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, സോ നൗ കാൽക്കുലേറ്റിംഗ് ദി വാല്യൂ ഓഫ് ടി ആൻഡ് ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദി ക്രിട്ടിക്കൽ റേഞ്ച്, നമ്മൾ സെഡ് വാല്യൂ ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യണം, അല്ല എങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ ലൈഫ് ഓഫ് എ സാമ്പിൾ ഓഫ് 10 electric bulb was observed to be 1309 hours with a standard deviation of 420 hours. A second sample of 16 bulbs of a different batch showed a mean life of 1205 hours with a standard deviation of 390 hours. ഇപ്പോൾ രണ്ട് സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സാമ്പിളിൽ 10 ഇലക്ട്രിക് ബൾബ്സ് ഉണ്ട്, അതിൻ്റെ മീൻ ലൈഫ് പറഞ്ഞാൽ 1309 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 420 ആണ്. രണ്ടാമത്തെ സാമ്പിൾ 16 ബൾബ്സ് ഉണ്ട്, അതിൽ മീൻ പറഞ്ഞാൽ 1205 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 390 ആണ്. വി വാണ്ട് ടു ടെസ്റ്റ് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീനുകൾ തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആൽഫ ആയിട്ട് 0.05 ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ തന്ന ഡാറ്റാസ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അസ്യൂം ചെയ്യാനായിട്ട് എടുത്തത്. n1 ഈക്വൽ 10 n2 ഈക്വൽ 16, x1 ബാർ 1309 ആയിട്ടും x2 ബാർ 1205 ആയിട്ടും s1 420 s2 390 ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുണ്ട്. So we have to test H0 μ1 minus μ2 equal to 0 against H1 μ1 minus μ2 not equal to 0 നമ്മളാണ് എടുക്കുന്നത് അവിടെ ഹൈപ്പോത്തസിസ് ആയിട്ട്. സോ ആൽഫ ഈക്വൽ 0.05 ആണ്. സോ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ 2 tailed ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഒമേഗ ഈക്വൽ ടു മോഡ് ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടി ആൽഫ ബൈ 2. ടി ആൽഫ ബൈ 2ൻ്റെ നമുക്ക് ടാബിൽ നിന്ന് കിട്ടും. ഫോർ ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്, n1 plus n2 minus 2 ആണ്. ഇതിൽ 10 plus 16 minus 2 24 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ടും ആൽഫ 0.05 ആയിട്ട് നമുക്ക് ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ വി ഗെറ്റ് 2.064 കിട്ടും. ഓക്കെ, so test status T equal to x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square by n1 plus n2 minus 2 into 1 by n1 plus 1 by n2 നമ്മൾ എന്ത് ചെയ്യുക, നേരെ കൊണ്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 1309 minus 1205 in divided by root of 10 into 420 square plus 16 into 390 square by 10 plus 16 minus 2 into 1 by 10 plus 1 by 16 നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്തുകൊണ്ട്. സോ വി ഗെറ്റ് 0.697. നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എത്രയാണ്, 2.064 കൂടുതലായിരിക്കണം. ഇവിടെ എത്ര കിട്ടില്ല, 0.697 എത്രയോ ചെറുതാണ്. സോ മോഡ് ടി ഈക്വൽ ടു 0.697 ഈസ് ലെസ് ദാൻ 2.064 നമ്മുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനേക്കാളും ചെറുതാണ്. സോ നമ്മൾ തന്ന ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച വാല്യൂ എന്താണ്, ആക്സെപ്റ്റൻസ് റീജിയനാണ്. സോ H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മീനുകൾ തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസും ഇല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റും ടി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്ത്, ടി ടെസ്റ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്, അതായത് പെയർഡ് ടി ടെസ്റ്റ്.
Here we have to test the null hypothesis h naught mu equal to mu naught against one of the two-tailed alternative h1 mu less than mu naught or mu not equal to mu naught, mu greater than mu naught ആയിട്ട് നമ്മൾ എടുക്കുക. In most of typical application we set up hypothesis h naught mu equal to 0 against mu h1 mu not equal to 0 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. That means we assume that the treatment has effect the form of the test depends on the distribution of di, difference ആണ്. Based on the test statistic is t equal t bar by st divided by root n minus 1. ഇപ്പോൾ d bar എന്ന് പറഞ്ഞാൽ സമ്മേഷൻ di by n ആണ്. di ആണ് ഡിഫറൻസുകളാണ്, മീനുകളുടെ ഡിഫറൻസ് ആണ്. സോ st equal root of 1 by n summation di square minus d bar square, where di ആണ് xi minus xyi ആണ്, I equal to 1 2 3 etc. Here alpha equal to 0.05 ആയിട്ട് എടുക്കുമ്പോൾ best critical region omega equal to mod t greater than or equal to t alpha for two-tailed alternative ആണ്. t alpha നമുക്ക് ഇവിടെ എന്ത് ടേബിൾ കിട്ടും, t ടേബിൾ കിട്ടും വിത്ത് n-1 degrees of freedom and alpha equal to 0.05 തന്ന വാല്യൂവിനനുസരിച്ച് എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിലാണ് എങ്കിൽ നമ്മൾ ഇതിനെ റിജക്റ്റ് ചെയ്യണം, അതർവൈസ് ഇറ്റ് ഈസ് accepted. Okay, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടു ടെസ്റ്റ് ദി എഫിഷ്യൻസി ഓഫ് എ സ്ലീപ്പിംഗ് പിൽസ് എ ഡ്രഗ് കമ്പനി യൂസസ് എ സാമ്പിൾ ഇൻ സം insomniacs. The time in minutes until falling asleep is observed for each of them. Few days later the same person are given a sleeping pills and the time until falling asleep is measured. Again the measurement are given below. person A B C D E F no pills are ഉറങ്ങാനെടുത്ത സമയം 65 35 80 40 50 ആണ്. വിത്ത് പിൽസ് നമ്മൾ y എടുത്ത് 45 15 61 31 20. നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്തത് സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ്. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തപ്പോൾ അത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ പിൽസ് ഇല്ലാത്തത് വാല്യൂസ് നമ്മൾ എക്സ് ഐ ആയിട്ടും പിൽസ് ഉള്ളത് വൈ ആയിട്ടും ചൂസ് ചെയ്യും. സോ ഡിഫറൻസ് എക്സ് ഐ മൈനസ് വൈ ഐ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ ഇതൊരു എഫക്റ്റീവ് ആണോ അല്ലേ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, വി അസ്യൂമിങ് ദാറ്റ് ദി സ്ലീപ്പിംഗ് പിൽസ് ആർ നോട്ട് എഫക്റ്റീവ് എന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് വി ആർ ടെസ്റ്റിംഗ് എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു 0 അഗൻസ്റ്റ് h1 മ്യൂ നോട്ട് ഈക്വൽ ടു 0 നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നമുക്ക് നോക്കിയാൽ മതി. ഫോർ ആൽഫ ഈക്വൽ ടു 0.05 the best critical region is omega equal to mod t greater or equal to t alpha by 2. ഫ്രം ദി ടേബിൾ t alpha by 2 നമുക്ക് കിട്ടും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 എടുക്കുക, കാരണം സാമ്പിൾ സൈസ് 5 ആയതുകൊണ്ട്. ആൻഡ് പ്രോബിലിറ്റി ആൽഫ ഈക്വൽ 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര ആയിരിക്കും 2.775 ഫ്രം ദി ടി ടേബിൾ. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിസ് ടി ഈക്വൽ ഡി ബാർ ബൈ എസ് ടി ഡിവൈഡ് ബൈ റൂട്ട് n-1 ആണ്. ഡി ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ മൈനസ് വൈ ആണ്. സോ ഡി ഐ ഈക്വൽ ടു എന്ത് കിട്ടും 20 20 19 9 30 വരും. ഡി ഐ സ്കോർ ഈക്വൽ ടു 400 400 361 81 900 വരും. ദെൻ സമ്മേഷൻ ഡി ഐ ഈക്വൽ 98 ഒരു സമ്മേഷൻ ഡി ഐ സ്കോർ ഈക്വൽ ടു 2142 വരും. സോ ഡി ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഡി ഐ ബൈ എൻ ആണ്, ദാറ്റ് ഈസ് 98/5 ദാറ്റ്സ് ഈക്വൽ ടു 19.6 വരും. Therefore st equal root of 1 by n summation di square minus di bar square ആണ്. That's equal to root of 2142 divided by 5 minus 19.6 square, that's equal to we get 6.65 answer കിട്ടും. So t equal to 19.6 divided by 6.65 divided by root 4, that's equal to 5.89 വരും. Therefore mod t equal to 5.89 എത്ര നമ്മൾ ഈ തന്ന വാല്യൂനേക്കാൾ 2.775 ഗ്രേറ്റർ ആണ്. ദാറ്റ് ഈസ് നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയനിലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ കിടക്കുന്നത്. സോ എച്ച് നമ്മൾ റിജക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ സ്ലീപ്പിംഗ് പിൽസ് ആർ എഫക്റ്റീവ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് മീൻ കാൽക്കുലേറ്റ് ആണ്, മീനിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.